എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധയിടങ്ങളിൽ വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു. ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്തുമാണ് വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവിട്ടാണ് രണ്ടിടത്തായി വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു വാട്ടർ കിയോസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു 24-25 വാർഷികത്തിൽ ഉൾപ്പെടുത്തി 3 വാട്ടർ കിയോസ്കുകളാണ് നമ്മൾ ഈ വർഷം സ്ഥാപിക്കുന്നത്. അതിൻ്റെ 2 എണ്ണത്തിൻ്റെ പണികൾ പൂർത്തിയായി. 3ാമത്തെ ഒരെണ്ണം കോഴിത്തുമ്പ് പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നമ്മൾ വെച്ചിട്ടുള്ള വാട്ടർ കിയോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഇപ്പോൾ തണുത്ത വെള്ളവും മറ്റ് സാധാരണ തണുക്കാത്ത വെള്ളവും കൂടി ലഭ്യമാകുക എന്ന അർത്ഥത്തിലാണ് ഈ 2 വാട്ടർ കിയോസും പഞ്ചായത്തിൻ്റെ മുന്നിലും ഇതും നമ്മൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. ഏറെ കുടിവെള്ളം പ്രയാസം നേരിടുന്ന തീരദേശത്ത് അല്ലെങ്കിൽ കനോലി പ്രദേശത്ത് അവിടേക്ക് ഉപ്പുവെള്ളവും മറ്റ് തെളിമ ഇല്ലാത്ത വെള്ളവുമാണ് അവർക്ക് കുടിക്കാനായിട്ട് ലഭിക്കുന്നത്. അതിന് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൻ്റെ പദ്ധതികൾ ഉണ്ടെങ്കിൽ തന്നെ അത് ചില സമയങ്ങളിലെല്ലാം കുടിവെള്ളം ലഭ്യമാകുന്നതിന് പ്രയാസം നേരിടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രയാസം നേരിടുന്നത് ചെറുതായെങ്കിലും പ്രശ്നം പരിഹരിക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എടത്തിരുത്തി 3-ാം വാർഡിൽ അങ്ങനെ നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 10 വാട്ടർ കിയോസ്കുകൾ നമ്മൾ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിട്ടുള്ള പ്രദേശത്ത് ഒരു കുടം വെള്ളമെങ്കിലും എടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പഞ്ചായത്തിൻ്റെ ഭരണസമിതി തീരുമാനമെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് നമ്മുടെ ഈ ഹോസ്പിറ്റലിനുള്ളിലേക്ക് 2 ടാപ്പും അതുപോലെ തന്നെ പുറത്തേക്ക് 2 ടാപ്പും നമ്മൾ വെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PR നിഖിൽ, MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ KS അനിൽകുമാർ, ഷിനി സതീഷ്, PA ഷമീർ, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ്, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ശീതൾ ജോൺ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 15 ലക്ഷം രൂപ ഒരു കിയോസ്കിന് 5 ലക്ഷം MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം. മൂല്യാധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന MIC ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. എക്സ്പെർട്ട് ഫാക്കൽറ്റി, സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി, ലൈവ് ഓൺലൈൻ ക്ലാസ്, AI ട്രെയിനിംഗ് സെക്ഷൻ, ഇൻഡിവിജ്വൽ കെയർ, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കരാട്ടെ, സ്വിമ്മിംഗ്, ഫുട്ബോൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ, എക്സ്ക്ലൂസീവ് പ്രീ LKG. കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ. അഡ്മിഷൻ ഓപ്പൺ LKG to 8th സ്റ്റാൻഡേർഡ്. കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാഠ്യപദ്ധതി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ. കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ MIC തന്നെ ബെസ്റ്റ് ഓപ്ഷൻ. ലേൺ, പ്ലേ, ഗ്രോ with MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം 3 പീടിക.